എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 3:11-12. എന്നാൽ യഹോശാഫാത്ത് നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിൻ്റെ മകൻ ഏലിശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഒരു ദൈവപുരുഷനെ ആവശ്യമുണ്ട് എന്ന് യഹോശാഫാത്ത് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗത്തും ലോകത്തിൻ്റെ മിക്കയിടങ്ങളിലും അനേകം സുവിശേഷ യോഗങ്ങളും കൺവെൻഷനുകളും ഒക്കെ നടക്കുന്നുണ്ട്. ദൈവം അനേകം ദാസന്മാരെ എടുത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഇവയൊക്കെ നടന്നിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജില്ലയെ പോലും ഒന്ന് ചലിപ്പിക്കാനുള്ള ശക്തി നമുക്ക് ഇല്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ദേശത്തെ ചലിപ്പിക്കാനുള്ള ആത്മശക്തി ദൈവത്തിൻ്റെ ജനത്തിന് ലഭിച്ചിട്ടില്ല. അനേക രാജ്യങ്ങളിൽ ആത്മീയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാവാത്തത്? കർമ്മേലിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ മുഖാന്തരമാണ് ആത്മീയ ഉണർവുണ്ടായത്. അവനോടുകൂടെ ചേർന്ന് നിൽക്കാൻ ആരുമില്ലായിരുന്നു. അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു. അന്ധകാര ശക്തികളെ അവൻ വെല്ലുവിളിച്ചു. അതിൻ്റെ പിന്നാലെ വന്ന ഏലിശ പ്രവാചകന് ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ചു എന്ന് നമ്മൾ അറിയുന്നു. എങ്കിലും പുതിയ നിയമത്തിൽ നാം കാണുന്നതും നാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതും ഏലിയാവിൻ്റെ ദൈവമേ എന്നാണ്. നമ്മുടെ പേർ പിൻതലമുറ രേഖപ്പെടുത്തണമെങ്കിൽ ആത്മീക ഉണർവിൻ്റെ പ്രവർത്തനത്തിൽ നാം പങ്കുള്ളവരായിരിക്കേണ്ടതാണ്. അന്ധകാര ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ആത്മീക ഉണർവിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഉണർവിൻ്റെ ഒരനുഭവം സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ പ്രാർത്ഥിച്ച ആളായിരുന്നു ഏലിയാവ്. കൃപകളും കൃപാവരങ്ങളും ലഭിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ, ദൈവ മനുഷ്യരെ സഭയിലും സമൂഹത്തിലും സജീവം ആക്കണം എന്നുള്ള പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട്. ദൈവത്തിന് മനുഷ്യൻ്റെ പ്ലാനും പദ്ധതികളും പരിപാടികളും അല്ല വേണ്ടത്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഉണർവിനെ ഒരു ഉപാധിയാക്കി, ഒരു ഉപകരണമാക്കി തീർക്കാൻ ദൈവത്തിന് മനുഷ്യനെ ആവശ്യമുണ്ട്. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ആഖാൻ ദൈവജനത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിന് ഒരു തടസ്സക്കാരനായി തീർന്നത് കാണാം. ഒരു മനുഷ്യൻ അനുഗ്രഹത്തിന് തടസ്സമായും തീരാം എന്നുള്ളതും നമ്മൾ മറക്കരുത്. ഒരു അശുദ്ധിയുള്ള മനുഷ്യൻ, ദൈവകൃപയില്ലാത്തവൻ കൂട്ടത്തിൻ്റെ നടുവിലിരുന്നാൽ ദൈവകൃപ പകരുകയില്ല. യോശുവ ഒരു ചോദ്യം ചോദിച്ചു, ആഖാനെ, നീ ഞങ്ങളെ വലച്ചത് എന്ത്? ആ ചോദ്യത്തിൻ്റെ പിന്നാലെ കല്ലുകളാണ് വന്നത്. അവൻ്റെ ജീവിതം ഒരു കൽക്കൂമ്പാരത്തിൽ ശേഷിച്ചു. പുറജാതികൾ യോനായോട് ചോദിച്ചത്, നിന്റെ ജാതി ഏത്?
നിന്റെ തൊഴിലെന്ത്? കാരണം പ്രവാചകനായിരുന്നെങ്കിലും അവനെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നിയില്ല. ജനത്തിൻ്റെ നടുവിൽ ഉണർവിന് തടസ്സക്കാരനായി നിൽക്കരുതേ, അങ്ങനെ നിൽക്കാൻ ഇടവരരുതേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. യുദ്ധങ്ങൾക്ക് മുൻപേ ആലോചന ചോദിക്കുന്ന രാജാക്കന്മാരുണ്ട്. അവർക്ക് ഉത്തരം കൊടുത്തത് വലിയ പ്രസംഗകരോ വാഗ്മികളോ അല്ല, ദൈവത്തിൻ്റെ മനുഷ്യരാണ് ഉത്തരം കൊടുത്തത്. ആലോചനയ്ക്ക് ഉത്തരം കൊടുക്കുന്നവനും കൂടെ നടക്കുന്ന പ്രവാചകന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനുമായിരിക്കണം ദൈവമനുഷ്യൻ. ഏലിശയുടെ കൂടെ കുറേ പേർ നടന്നു. അവർക്കെല്ലാം തൃപ്തിയായി കൊടുക്കാൻ ഏലിശയ്ക്ക് കഴിഞ്ഞു. ശൂന്യംകാരത്തി ആവശ്യക്കാരിയായിരുന്നു. അവളുടെ ആവശ്യം നിറവേറ്റപ്പെട്ടു. പരാക്രമശാലികളായ നയമാന്മാരുണ്ട്. അവർക്കൊക്കെ ഉത്തരം ദൈവമനുഷ്യനാണ്. അനേകർ കുഷ്ഠം പിടിച്ച് നാറ്റം വരുത്തി ചുറ്റുപാടുകളിൽ കിടക്കുന്നു. അനേകരുടെ ജോലി അവരുടെ കുഷ്ഠത്തെ വർണ്ണിക്കുകയാണ്. എന്നാൽ ദൈവമനുഷ്യൻ്റെ വേല അവരുടെ കുഷ്ഠത്തെ മാറ്റുക എന്നതാണ്. അന്ധകാരത്തിൽ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്ന മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. കഷ്ടതയിൽ വിളക്കുപോലെ ശോഭിക്കുന്ന ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ എരിഞ്ഞ് ശോഭിക്കുന്ന ദൈവകൃപയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാനാണ് ഈ കഷ്ടത ഇയ്യോബിന് വന്നത്. മറ്റുള്ളവർ നമ്മുടെ കഷ്ടതയല്ല, ഭക്തിയെ ആണ് കാണേണ്ടത്. അനേക ആളുകളും അവരുടെ കഷ്ടങ്ങളിൽ സന്ദർശിച്ചപ്പോൾ അവരുടെ കഷ്ടതയല്ല, ഭക്തി കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഷ്ടത കാണാൻ വരുന്നവർ ഭക്തി കണ്ടിട്ട് മടങ്ങിപ്പോകണം എന്നതാണ് ഇയ്യോബ് നൽകുന്ന ശ്രേഷ്ഠമായ സന്ദേശം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവനത്രേ യോഹന്നാൻ സ്നാപകൻ. അവനൊരു സന്ദേശമുണ്ടായിരുന്നു. ദൈവത്തിന് വ്യക്തികളെ ഇന്നും ആവശ്യമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണത്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ ബർന്നബാസ് നല്ലവനും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞവനുമായിരുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുകയും കണ്ടെത്തുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ആത്മീകമായ ഉണർവും ദൈവ പരിജ്ഞാനവുമെല്ലാം ഇങ്ങനെ ദൈവ മനുഷ്യരായി ജീവിക്കാൻ ഉള്ളതാണ്. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക സ്ഥാനമോ പദവിയോ മാനമോ ഒന്നുമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ കൂടുതൽ ജ്വലിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ഇടങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായും നന്മകൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും അടിയങ്ങൾക്ക് നൽകണമേ. വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങളും വിടുവിച്ചുകൊള്ളണമേ. അവിടുത്തെ ആലോചന മറച്ചു വെക്കാതെ ജീവിപ്പാൻ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവെ ദൈവിക മനുഷ്യരായി ജീവിപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കുറവുകളും അവിശ്വസ്തതകളും പൊറുക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നിട്ട ജീവിത വഴിത്താരകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് പുതിയ പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.